എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മൾ ഏകദേശം വീഡിയോ ഒക്കെ ഇട്ടിട്ട് 2 മാസത്തോളമായ കാര്യം നമുക്കറിയാമല്ലോ. വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിനും തന്നെ സമയം തികയില്ലാതായിരുന്നേ. അപ്പം നമ്മൾ പതിവ് പോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയ തലവേദന നമ്മുടെ കിച്ചൺ ക്ലീനിങ് തന്നെയാണ്, അല്ലെ കിച്ചണിലെ ജോലികൾ. അപ്പോൾ അതിൽ ഒരു എളുപ്പം, അതായത് കിച്ചൺ ക്ലീനിങ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ഈ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് അതിൻ്റെ മാറ്റം കാണാതെ. ഫസ്റ്റ് തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആ ജനലൊക്കെ ഒന്ന് തുറന്നിടുക. ഗ്യാസ് സ്റ്റൗവിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ജനലുകളൊന്ന് തുറന്നിട്ടാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പിന്നെ നമ്മൾ ചായയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ നമുക്ക് ആ ചായയുടെ സ്പൂണൊക്കെ വെക്കാനായിട്ട് ഒരു തട്ട്, ഒരു പാത്രം എന്തെങ്കിലും ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പോ ഒക്കെ ക്ലീൻ ആക്കാനായിട്ട് കുറച്ച് എളുപ്പം, അല്ലെങ്കിൽ അവിടെയൊക്കെ ചായയുടെ കറയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ചായ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ട്രേയോ ഒരു പാത്രമോ വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും കുറച്ച് എളുപ്പമാകും. ഇനിയിപ്പം നമ്മുടെ ഒരു 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഏത് തന്നെയായാലും അപ്പോൾ തന്നെ ഒന്ന് കഴുകി വെക്കാനായിട്ട് ശ്രമിക്കുക. അത് ഏറ്റവും വലിയൊരു പോയിൻ്റാണ് നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിൽ. അല്ലെങ്കിൽ പാത്രങ്ങൾ കൂടിക്കിടന്നാൽ തന്നെ ആ കിച്ചണിൽ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും, അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഒക്കെ വരും. ഇനി നമ്മുടെ 5ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ വാഷ് ചെയ്താൽ മാത്രം പോരല്ലോ, അത് നമ്മൾ എവിടെയാണോ വെക്കേണ്ടത് അതാത് സ്ഥാനത്ത് നമ്മൾ എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുകയോ അല്ലെങ്കിൽ അവിടെ എവിടെയും കൊണ്ട് വെച്ചാൽ അപ്പോൾ തന്നെ കിച്ചൺ അലങ്കോലമായി കിടക്കും. 6ാമത്തെ പോയിൻ്റ് അല്ലെങ്കിൽ 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ ചപ്പാത്തി പലക അല്ലെങ്കിൽ കല്ല് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു കവർ, ഈ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ കിട്ടുന്ന കവറൊക്കെ ഇല്ലേ, അത്ര കവറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തി ഒന്ന് പരത്താനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് കുറച്ചുകൂടി വൃത്തിയായിട്ടിരിക്കും, നമുക്ക് ക്ലീനിങ് കുറച്ച് എളുപ്പമാകും. പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്നിട്ട് രാവിലെ തിരക്കുള്ള സമയമല്ലേ, അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ചെറിയ ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ് ജോലി ഒത്തിരി എളുപ്പമാകും. ഇല്ലെങ്കിൽ നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൽ പൊടിയെല്ലാം കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ആകെപ്പാടെ അങ്ങോട്ട് നെഗറ്റീവ് ആയിരിക്കും. 7ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ക്ലീനിങ് ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ ഇതുപോലെ കബോർഡിലൊക്കെ പാത്രങ്ങൾ, കുപ്പികൾ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന കുപ്പികളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് വിടുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യകത വരുന്നില്ല. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ വിട്ടാൽ മതി. ഓയിലിൻ്റെ ബോട്ടിലൊക്കെ ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് വിട്ടാൽ മതി, നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. പൊടികളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, പൊടിയൊക്കെ ആ ബോട്ടിൻ്റെ പുറമെ ഒക്കെ വരുമല്ലോ, അതൊക്കെ മാറിക്കിട്ടും ഇങ്ങനെ ചെയ്താൽ. നമ്മുടെ 8ാമത്തെ പോയിൻ്റ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതുപോലത്തെ ഹോട്ട് പോട്ട് സ്റ്റാൻഡ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ കറികളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നല്ല സ്റ്റേൺ ആയിട്ട് ഇരുന്നോളൂ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിയുകയോ എന്തെങ്കിലും ഒന്ന് ചെരിഞ്ഞാൽ കറിയൊക്കെ കൗണ്ടർ ടോപ്പിൽ വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴും നമുക്ക് ക്ലീനിങ് ജോലി കൂടുകയല്ലേ ഉള്ളൂ. ഇനി 9ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മിക്സി ഡെയിലി എന്തായാലും ഒരു തവണയെങ്കിലും യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് കഴിയുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും മിക്സിയുടെ പുറമെ ഒരു ശകലമെങ്കിലും വീഴാതിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഈ ചെറിയ ചെറിയ ഈച്ചകൾ പോലെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ വീണ് കിടക്കും മിക്സിയിൽ പുറമെയൊക്കെ. അപ്പോൾ അത് നമ്മൾ ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ബെസ്റ്റ് ടിപ്പ് തന്നെയാണ് നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിൽ ഈ മിക്സിയൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മുടെ 10ാമത്തെ ടിപ്പ് എല്ലാവർക്കും അറിയാവുന്ന, ഇന്നും നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ ഈ ഒരു സ്റ്റൗ ടോപ്പും സ്റ്റൗവിൻ്റെ താഴ്വശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. എന്തായാലും നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് രാവിലെ തിരക്കുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ ചായയോ ചോറിൻ്റെയോ ഒക്കെ ഇങ്ങനെ തിളച്ച് ചാടാനും കറികളൊക്കെ തിളച്ച് ചാടാനുള്ള സാധ്യത കൂടുതലാണ് രാവിലെകളിൽ. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം ഓയിലിൻ്റെയൊക്കെ ആ ഒരു പാർട്ടിക്കിൾസൊക്കെ നമ്മുടെ സ്റ്റൗവിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്റ്റൗ ടോപ്പും അതായത് സ്റ്റൗ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ടൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്താൽ മതി. ആണെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡും വിനാഗിരിയും ഡെറ്റോളും കൂടെ മിക്സ് ചെയ്താണ് വെക്കാറുള്ളത്. അങ്ങനെ ചെയ്താൽ മതി, നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ പ്രൊവിഷൻസിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഐറ്റംസൊക്കെ നമ്മൾ കിച്ചണിലേക്കുള്ളത് നമ്മൾ കൊണ്ടുവന്ന ഉടനെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഇങ്ങനെ ടേബിളിൻ്റെ മുകളിലോ ഒക്കെ വയ്ക്കാതെ നമ്മൾ എവിടെയാണോ എടുത്തു വെക്കേണ്ടത് അതാത് സ്ഥാനത്ത് നമ്മൾ എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ആണെങ്കിൽ ഇതുപോലെ ബോക്സുകളിലോ അല്ലെങ്കിൽ കവറിലോ എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ ആക്കിയിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോയാൽ ചിലപ്പം 1-2 ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അപ്പം ബാക്കി ഫുൾ ഇരുന്ന് വേസ്റ്റായി പോവുകയും ചെയ്യും, നമുക്കത് യൂസ് ചെയ്യാനും പറ്റത്തില്ല. കൗണ്ടർ ടോപ്പും കിച്ചണും ഒക്കെ അലങ്കോലമായി കിടക്കുകയും ചെയ്യും. ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണെന്ന് തോന്നും, എന്നാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമ്മുടെ കിച്ചൺ ഒരുപാട് അലങ്കോലമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് വീട്ടമ്മമാർ മാത്രം ചെയ്യണമെന്നില്ല, നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ അവരൊന്ന് എടുത്തൊരു ബോക്സിലാക്കി വെക്കുകയോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെയൊക്കെ ഒന്ന് വെക്കാനായിട്ട് മക്കളെയും കൂടെയൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്തോളും.
ഇനി നമ്മുടെ 12ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ സിങ്ക് ക്ലീനിങ്. നമ്മൾ കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാവിലെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്തും കഴിഞ്ഞിട്ട് പാത്രം കഴുകും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം സിങ്ക് എന്തായാലും ഒരു ബാഡ് സ്മെല്ലും ഓയിലിൻ്റെ മെഴുക്കും ഒക്കെ കാണും. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ മുറിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് പോകാനായിട്ട്. ഈ സിങ്ക് ക്ലീനിങ് എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ രാവിലത്തെ കിച്ചണിലെ കുക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, അതൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു ബ്രഷ് വാങ്ങാനായിട്ട് കിട്ടും. സിങ്ക് ക്ലീൻ ചെയ്യാൻ തന്നെയുള്ള ബ്രഷാണ്. ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ മാത്രം മതി, നല്ലപോലെ ക്ലീൻ ആകും. പിന്നെ നമ്മൾ ഈ സിങ്ക് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ടാപ്പിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഈ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബിന്നൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയയും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൽ നമ്മുടെ കിച്ചൺ സിങ്ക് ദിവസത്തിൽ ഒരു 2 തവണയെങ്കിലും മിനിമം നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ കിച്ചണിൽ ഒരു പോസിറ്റീവ് ആയിരിക്കും, ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കിച്ചൺ സിങ്ക് ക്ലീനിങ് മസ്റ്റാണ്. ഇനി 13ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബിന്ന് മാത്രമല്ല, ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റും അതുപോലെ തന്നെ മുട്ടത്തോട് അങ്ങനെയൊക്കെ ഉള്ളത് ഇടുന്നൊരു ബിന്ന് കാണുമല്ലോ, അതിലെ വേസ്റ്റ് നമ്മൾ ഡെയിലി എടുത്ത് മാറ്റി അതെവിടെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് 14ാമത്തെ നമ്മുടെ ആ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ കിച്ചൺ ക്ലീനിങ്ങിന് ഏറ്റവും നിർബന്ധമായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മുടെ കിച്ചൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യുക. നമ്മുടെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും വൈകിട്ടും അതുപോലെ തന്നെ 2 നേരമെങ്കിലും മിനിമം നമ്മൾ ഇതുപോലെ ഈ നമ്മുടെ ഫ്ലോറിലെ അതൊന്ന് അടിച്ചു വാരിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് എവിടെയാണോ കളയുന്നത് അവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യുക. നമ്മൾ കുക്ക് ചെയ്യുമ്പം എന്തായാലും കറിവേപ്പിലയുടെ അതുപോലെ തന്നെ ഉള്ളിത്തൊലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ വീണ് കിടക്കും. അതുകൊണ്ട് നമ്മുടെ കിച്ചൺ 2 തവണയെങ്കിലും ഡെയിലി ഒന്ന് അടിച്ചു വാരുക. ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് മോപ്പ് ചെയ്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുക്കള ചെറുതായാലും വലുതായാലും എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നമ്മൾ ഡെയിലി ഒന്ന് ഫോളോ ചെയ്താൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ.